السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله ما بعد. മജ്ലിസുൽ ഉമ്മയിലെ ആദരണീയരായ സാദാത്തുക്കളെ, ഉലമാക്കളെ, സഹോദരങ്ങളെ, ഫത്ഹുൽ മുഈൻ പാർട്ട് 46 നിക്കാഹിന്റെ അധ്യായം. വഇദാ ഇഖ്തലഫാ അയ്യസ്സൗജാനി, ഭാര്യയും ഭർത്താവും അഭിപ്രായ വ്യത്യാസമായാൽ, ഫീ ഖദ്രിഹി അയൽ മഹരിൽ മുസമ്മ, നിശ്ചയിക്കപ്പെട്ട മഹറിന്റെ ഖദ്റിൽ, നിശ്ചയിക്കപ്പെട്ട മഹറിന്റെ തോത് ഇത്രയാണ് എന്ന വിഷയത്തിൽ രണ്ടുപേരും തർക്കത്തിലായാൽ, വകാന മാ യദ്ദഈഹി സൗജു അഖല്ല, എത്രത്തിൽ സൗജ് വാദിക്കുന്ന ഒന്നായി അഖല്ല, നിശ്ചയിക്കപ്പെട്ട മഹറിനേക്കാൾ, പറയപ്പെട്ട മഹറിനേക്കാൾ കുറവാണ്. ഔ ഫീ സിഫത്തിഹി, അല്ലെങ്കിൽ മഹറിന്റെ സിഫത്തിൽ അവര് അഭിപ്രായ വ്യത്യാസത്തിലായി, മഹറിന്റെ വിശേഷണത്തിൽ, അതിന്റെ വർഗത്തിൽ. മിന്നഹവി ജിൻസിൻ, ആ വിശേഷണം എന്തിനാൽ? വർഗത്തിനാൽ, വർഗം പോലൊത്തതിനാൽ. വർഗം ഏതുപോലെ? ദനാനീറ, ദീനാറുകൾ പോലെ. വഹുലൂലിൻ, ഹാലാകലിനാൽ, റൊക്കമാകുക. വഖദിരി അജലിൻ വസിഹത്തിൻ വളിദ്ദിഹ, അപ്പോ ദീനാറിനാണ് നിക്കാഹ് ചെയ്തിട്ടുള്ളത്, ദീനാറാണ് മഹർ പറഞ്ഞിട്ടുള്ളത് എന്ന് പെണ്ണ് പറയുമ്പോ സൗജ് പറയുന്നു ദീനാറല്ല, ദിർഹമാണ്. ഓള് പറയാണ് 1000 ദീനാറിനാണ് എന്നെ നിങ്ങൾക്ക് വിവാഹം ചെയ്തു തന്നിട്ടുള്ളത് എന്ന് പറഞ്ഞപ്പോ അവൻ പറയുന്നു അല്ല, 1000 ദിർഹമാണ്. ഇത് ജിൻസിൽ വരുന്ന ഇഖ്തിലാഫ്. അതുപോലെ തന്നെ ഹുലൂല്, അവിടെ അവൾ വാദിക്കുന്നു 100 ദിർഹമിനാണ് എന്നെ നിങ്ങൾക്ക് വിവാഹം ചെയ്തു തന്നിട്ടുള്ളത്, അത് റൊക്കമായിട്ട്. അവൻ പറഞ്ഞു അല്ല, അവധിക്കാണ്. ജിൻസ് പോലോത്തതിന്റെ ഉദാഹരണമാണ് ഈ ഹുലൂല്. അതുപോലെ തന്നെ അവധിയുടെ കണക്ക്, അവള് പറഞ്ഞു 2 മാസത്തെ അവധിയാണ് തന്നിട്ടുള്ളത്, അവൻ പറഞ്ഞു അല്ല, 3 മാസമുണ്ട്. അതുപോലെ തന്നെ സിഹത്തിന്റെ വിഷയത്തിൽ എന്ന് പറഞ്ഞാൽ, അവള് പറഞ്ഞു 100 ദീനാറ് സഹീഹത്താകണം, കേടില്ലാത്ത 100 ദീനാറാണ് പറഞ്ഞിട്ടുള്ളത്. അവൻ പറഞ്ഞു അല്ല, മുക്കസ്സറത്താണ്, പൊട്ടിയ 100 ദീനാറാണ്. ഇങ്ങനെ ഇവർ തമ്മിൽ ഈ മഹറിന്റെ സിഫത്തിൽ തർക്കം വന്നു. എത്രത്തിൽ വല ബയ്യിനത്ത ലി അഹദിഹിമ, ഈ രണ്ടിൽ ഒരാൾക്കും സാക്ഷി ഇല്ല. ഔ തആറദത്ത് ബയ്യിനത്താഹുമ, അതല്ലെങ്കിൽ സാക്ഷിയുണ്ട്, രണ്ടുപേരുടെയും സാക്ഷി പരസ്പരം വൈരുദ്ധ്യമായിട്ടുണ്ട്. അങ്ങനെയൊക്കെ വന്നാൽ തഹാലഫ,
അവ രണ്ടുപേരും സത്യം ചെയ്യുകയാണ് വേണ്ടത്. അപ്പോ രണ്ടുപേരെയും സത്യം ചെയ്യിക്കണം. കമാഫിൽ ബൈഇലുള്ളതുപോലെ ബൈഇന്റെ അവിടെ സത്യം ചെയ്യുന്ന ആ രൂപത്തിൽ ഉള്ളതുപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. സുമ്മ ബഅദ തഹാലുഫി, പിന്നെ രണ്ടുപേരും സത്യം ചെയ്ത ശേഷം, രണ്ടുപേരെയും സത്യം ചെയ്യിപ്പിച്ച ശേഷം യുഫ്സഹുൽ മുസമ്മ, നിശ്ചിത മഹറിനെ ദുർബലപ്പെടുത്തപ്പെടണം, നിശ്ചയിക്കപ്പെട്ട മഹർ. വയജിബു മഹറുൽ മിസിലി, അപ്പോ മഹറു മിസിലാണ് നിർബന്ധമായി വരിക. വൈൻസാദ അലാ മദ്ദഅത്തുഹു സൗജത്തു, ഈ മഹറു മിസില് ആ ഭാര്യ വാദിച്ച ഒന്നിനേക്കാൾ അധികമാണെങ്കിലും ശരി, അതാണ് അവിടെ നിർബന്ധമായിട്ട് വരിക. വഹുവ, ഈ മഹർ മിസിൽ എന്ന് പറഞ്ഞാൽ ഒന്നാണ്. യർഗബു ബിഹി ആദത്തൻ, യുർഗബു ബിഹി ആദത്തൻ, ആ ഒന്നുകൊണ്ട് സാധാരണയിൽ ആഗ്രഹിക്കപ്പെടും. ഫി മിസിലിഹ, ഇവളെ പോലോത്തവരിൽ. നസബൻ വസിഫത്തൻ, നസബനാലും സിഫത്തിനാലും. ഇവളെ പോലോത്തവർ എന്ന് പറഞ്ഞാൽ തറവാടിന്റെ ഭാഗത്തിലൂടെ ഇവളെ പോലോത്തവരിൽ, വസിഫത്തൻ വിശേഷണത്തിന്റെ വിഷയത്തിലും, ഗോത്രം നിലക്കും ഗുണവിശേഷണങ്ങളെ കൊണ്ടൊക്കെ ഈ വധുവിനോട് തുല്യതയുള്ളവരിൽ സാധാരണയിൽ ആഗ്രഹിക്കപ്പെടുന്ന ഒന്ന്. അതാരാൽ മിൻ നിസാഇ, അവളെ പോലോത്തവർ ആരാൽ മിൻ നിസാഇ അസബാത്തിഹ, അവളുടെ അസബാക്കാരായ സ്ത്രീകളാൽ. അസബാക്കാരായ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഇവരെ ആണുങ്ങളായിട്ട് സങ്കല്പിക്കുമ്പോൾ അവര് മുതലിനെ വിഹിതം കൂടാതെ എടുക്കാവുന്ന ആളുകളാണ്. ഫതുഖദ്ദമു ഉഖ്തുല്ലി അബവൈനി, അപ്പോ ഉമ്മയും വാപ്പയും ഒത്ത സഹോദരിയെ മുന്തിക്കപ്പെടണം. ഫലി അബി, അപ്പൊ ഇങ്ങനെയുള്ള ഇവളെ പോലോത്ത ഇവളുടെ അസബാക്കാരായ സ്ത്രീകളിൽ സാധാരണയിൽ അവരെ കിട്ടണമെങ്കിൽ നൽകപ്പെടേണ്ടി വരുന്ന മഹർ, അവരിൽ ആഗ്രഹിക്കപ്പെടുന്ന ഒരു മഹർ എത്രയാണോ അതാണ് മഹർ മിസിൽ. അപ്പൊ അത് ഇവിടെ കണക്കാക്കി കൊടുക്കണം. ഫതുഖദ്ദമു ഉഖ്തുല്ലി അബവൈനി, അപ്പൊ ഉമ്മയും വാപ്പയും ഒത്ത സഹോദരിയെ മുന്തിക്കപ്പെടണം. ഫലി അബിൻ, അവിടെ ഇല്ലെങ്കിൽ പിന്നെ വാപ്പത്ത സഹോദരിയെ. ഫബിന്ദു അഖിൻ, പിന്നെ സഹോദരന്റെ മകൾ. ഫഅമ്മത്തുൻ കദാലിക, പിന്നെ അടുത്ത സ്റ്റേജ് അമ്മത്താണ്, അമ്മായിയാണ്. കദാലിക, ഉമ്മയും വാപ്പയും ഒത്ത അമ്മത്ത്, പിന്നെ വാപ്പൊത്ത അമ്മത്ത്, പിന്നെ ഇതുപോലെ അമ്മിന്റെ മകള്, ഈ നിലക്ക് പോവും. ഫഇൻ ജുഹില മഹറുഹുന്ന, ഇനി ഇവരുടെ മഹറിനെ അറിയപ്പെടാതെ വന്നാൽ, ഈ അസബാക്കാരുടെ മഹർ എത്രയാണ് എന്ന് അറിയപ്പെടാതെ വന്നാൽ, അപ്പോൾ ഫയുഅ്തബറു മഹറു റഹമില്ലഹ, അപ്പോ അവൾക്കുള്ള കുടുംബക്കാരുടെ മഹറിനെയാണ് പരിഗണിക്കപ്പെടുക, മറ്റു കുടുംബക്കാരുടെ. അതായത് കജദ്ദത്തിൻ, വല്യമ്മ ഉമ്മാന്റെ ഭാഗത്തിലൂടെയുള്ള, വഖാലത്തിൻ ഇളയമ, മാതൃസഹോദരി എന്നർത്ഥം. അപ്പൊ ഉമ്മയുടെ കുടുംബ വഴിക്കുള്ള സ്ത്രീകളുടെ മഹറാണ് അപ്പോ അവിടെ പരിഗണിക്കുക.
ഖാലൽ മാവർദിയു വർ-റൂയാനിയു ഇമാം മാവർദി തങ്ങളും റൂയാനി ഇമാം തങ്ങളും പറയുന്നു തുഖദ്ദമുൽ ഉമ്മു അപ്പോ ഉമ്മയെ മുന്തിക്കപ്പെടണം. ഈ അസബാക്കാരായ സ്ത്രീകളെ കഴിഞ്ഞാൽ അവരില്ലാതെ വന്നാൽ പിന്നെ പരിഗണിക്കുക ഉമ്മയെ മുന്തിക്കുക. ഫൽ ഉഖ്തു ലിൽ ഉമ്മി പിന്നെ ഉമ്മ ഒത്ത സഹോദരിയെ. ഫൽ ജദ്ദാത്തു അപ്പോ പിന്നെ വല്യന്മാരെ ഉമ്മാന്റെ ഭാഗത്തിലൂടെയുള്ള വല്യന്മാരെ ഉമ്മ വഴിക്കുള്ള വല്യന്മാര്. ഫൽ ഖാലത്തു പിന്നെ ഇളയമ്മ മൂത്തമ്മ ഇവരൊക്കെ അതായത് ഉമ്മാന്റെ സഹോദരിമാർ. ഫബിന്ദുൽ ഉഖ്തി പിന്നെ ഉഖ്തിന്റെ മകള് ഐലിൽ ഉമ്മി. ഫബിന്ദുൽ ഉഖ്തി ഐ ലിൽ ഉമ്മി പിന്നെ ഉമ്മ ഒത്ത സഹോദരിയുടെ മകൾ. ഫബിന്ദുൽ ഖാലത്തി പിന്നെ ഇളയമ മൂത്തമ്മയുടെ മകൾ യഥാക്രമം അങ്ങനെ. വലവിജ്തമഅ ഉമ്മു അബിൻ വ ഉമ്മു ഉമ്മി ഇനി ഉമ്മയുടെ ഉമ്മയും ഉപ്പയുടെ ഉമ്മയും ഒരുമിച്ചുകൂടി അങ്ങനെ വന്നു കഴിഞ്ഞാൽ അപ്പോ ഫല്ലദി യത്തജിഹു അപ്പോൾ പ്രബലമായിട്ടുള്ളത് ഇസ്തിവാഉഹുമ ഇവ രണ്ടുപേരും സമമാകും എന്നാണ്. ഫഇൻ തഅസ്സറത്ത് ഇനി ഈ കുടുംബങ്ങൾ ഉടയ പെണ്ണുങ്ങൾ പ്രയാസമായി അവരെ കിട്ടാനില്ല അവരില്ല. പ്രയാസകരമാകുക എന്ന് പറഞ്ഞാൽ വൽ മുറാദു തഅസ്സുറു മഅരിഫത്തി മാ യുർഗബു ഫീഹി മിൻ മുഹൂരിഹിന്ന അവരിൽ ആഗ്രഹിക്കപ്പെടുന്ന മഹർ എത്രയാണെന്ന് അറിയാൻ പ്രയാസമാണ്. ഒന്നുകിൽ അവരെ എത്തിക്കപ്പെടുന്നില്ല അല്ലെങ്കിൽ അവരെ നിക്കാഹ് ചെയ്യപ്പെട്ടിട്ടില്ല. ഈ രണ്ടാലൊരു നിരക്കാണ് ഇത് പ്രയാസമായി വന്നത്. അങ്ങനെ വരുമ്പോ ഉഴ്തിബിറത്ത് ഈ നിക്കാഹ് ചെയ്യപ്പെടുന്ന പെണ്ണിനെ പരിഗണിക്കപ്പെടും ബി മിസിലിഹ അവളെ പോലോത്തവരെ കൊണ്ട് ഫി ശബഹി ഈ തുല്യതന്റെ വിഷയത്തിൽ മിനൽ അജ്നബിയ്യാത്തി അന്യ പെണ്ണുങ്ങളാൽ അന്യ പെണ്ണുങ്ങളിൽ നിന്ന് ഇവളോട് തുല്യമായി വരുന്ന മറ്റു പെണ്ണുങ്ങൾ അവർക്ക് എത്രയാണോ മഹർ ലഭിക്കുക അത് ഇവിടെ പരിഗണിക്കുക. ഇവരുടെ അതേ വിശേഷണങ്ങളും മറ്റൊക്കെ നോക്കുമ്പോൾ വയുഴ്തബറു മഅ ദാലിക ഈ മേൽപറയപ്പെട്ട കാര്യങ്ങളോടുകൂടെ പരിഗണിക്കപ്പെടും. അതായത് നസബനാൽ അവളോട് തുല്യമായവരെ പരിഗണിക്കുക, പിന്നെ കുടുംബ ബന്ധത്താൽ ആ നിരക്ക് വരുന്ന ആളുകളുടെ മഹർ പരിഗണിക്കുക, പിന്നെ അന്യ പെണ്ണുങ്ങളുടെ ഇങ്ങനെയുള്ള ഒരു വിശദീകരണം മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ പറഞ്ഞ കാര്യങ്ങളോടുകൂടെ പരിഗണിക്കപ്പെടും ആ ഒരു വിശേഷണം യഖ്തലിഫു ബിഹി ആ ഒന്നുകൊണ്ട് ആ ഒരു വിശേഷണം കൊണ്ട് വ്യത്യാസമാകും ഖർള് ഇവളോടുള്ള ആവശ്യം എന്ന് പറഞ്ഞാല് ഈ വ്യത്യാസങ്ങളും കൂടി പരിഗണിക്കുമെന്നർത്ഥം. ഇവളിലുള്ള മറ്റുള്ളവരുമായിട്ടുള്ള ഈ വ്യത്യാസം ഏതുപോലെ സിന്നിൻ വയസ്സാരിൻ സാമ്പത്തികമായിട്ടുള്ള ആശ്വാസം, ബക്കാറത്ത് പ്രായം പരിഗണിക്കുക, അവൾക്ക് സാമ്പത്തികമായിട്ട് ഐശ്വര്യമുള്ളവളാണോ, കന്യകത്വം, അതുപോലെ തന്നെ സൗന്ദര്യം, വജമാലിൻ സൗന്ദര്യം, ഫസാഹത്തിൻ വാചാലത, ഇത്തരം കാര്യങ്ങളൊക്കെ അവിടെ പരിഗണിക്കും. അപ്പൊ അതനുസരിച്ച് കൊണ്ട് വീണ്ടും ഈ മഹറിന്റെ കാര്യത്തിൽ വ്യത്യാസം വരും എന്നർത്ഥം. ഫൈനിഖ്തസത്ത് അപ്പൊ ഈ നിക്കാഹ് ചെയ്യപ്പെടുന്ന പെണ്ണ് പ്രത്യേകമായി അൻഹുന്ന അവളോട് തുല്യമായ മറ്റു പെണ്ണുങ്ങളെ തൊട്ട് ഇവൾ പ്രത്യേകമായി ബിഫളിൻ
എന്തെങ്കിലും ശ്രേഷ്ഠത കൊണ്ട് ഇവൾക്ക് പ്രത്യേകതയുണ്ട്, ഔ നഖ്സിൻ അല്ലെങ്കിൽ ന്യൂനത കൊണ്ട്. അങ്ങനെ വന്നാൽ സീദ അലൈഹി, അതിനേക്കാൾ അവളോട് തുല്യമായിട്ടുള്ള അവർക്കുള്ള മഹറിനേക്കാൾ അധികമാക്കപ്പെടണം. ഈ ഫളില് വെച്ചിട്ട് ന്യൂനത വെച്ചുകൊണ്ടാണെങ്കിൽ ഔ നുഖിസ, അതല്ലെങ്കിൽ ചുരുക്കപ്പെടണം മിൻഹു, അതിനേക്കാൾ, അതിനെ തൊട്ട്. ലായിഖുൻ ബിൽ ഹാലി, സന്ദർഭത്തിനോട് യോജിച്ച നിലക്ക്. ബിഫളിൻ ഔ നഖ്സിൻ ലായിഖിൻ ബിൽ ഹാലി. അപ്പോ സന്ദർഭത്തിനോട് യോജിച്ച നിലക്ക് മഹർ കൂട്ടേ കുറക്കൊക്കെ ചെയ്യാമെന്നാണ് ഈ പറഞ്ഞത്. ബിഹസ്ബിമാ യറാഹു ഖാദിൻ, ഖാദി അഭിപ്രായപ്പെടുന്ന ഒരു കണക്കനുസരിച്ച്, ഖാദിയുടെ അഭിപ്രായം പരിഗണിച്ചിട്ടാണ് അത് ചെയ്യേണ്ടത്. വലോ സാമഹത്ത് വാഹിദത്തുൻ, ഒരുത്തി വിട്ടുവീഴ്ച ചെയ്യുകയാണെങ്കിൽ ലം യജിബ് മുവാഫഖത്തുഹ, അവളോട് യോജിക്കൽ നിർബന്ധമൊന്നുമില്ല. അസ്ബാക്കാരിൽപ്പെട്ട ഏതെങ്കിലും ഒരുത്തി മഹറിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട് എന്ന് വെച്ച് അപ്രകാരം മറ്റുള്ളവരും ചെയ്യണം എന്ന നിർബന്ധമൊന്നും ഇല്ല. അവൾക്ക് എത്ര കിട്ടുകയാണെങ്കിൽ കിട്ടുക എന്നുള്ള നില നോക്കിയിട്ടാണ് ഈ കാര്യങ്ങൾ മഹർ മിസ്ലൊക്കെ പരിഗണിക്കുന്നത് എന്ന് സാരം.